മോർണിംഗ്. ഇനി ഞാനൊരു പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങൾക്കറിയാലോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പം എനിക്കിങ്ങനെ സംസാരിക്കാനും ഈ ക്യാമറയുടെ മുന്നിൽ വരാനൊരു ചമ്മലും എല്ലാം ഉണ്ട്. എനിക്കറിയില്ല, സത്യത്തിൽ അതാണ്, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ ചാനൽ തുടങ്ങണം തന്നെ എൻ്റെ ബുദ്ധിയിൽ വന്നൊരു കാര്യമല്ല. പിന്നെ ഞാൻ അതിലൂടെ എത്തിപ്പെട്ടതാണ്. പെട്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ വീഡിയോ തുടങ്ങി ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ 5 മാസമായിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതെന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ അമ്മയെ കുറിച്ചാണ്. അമ്മ ഞാനൊരു വീഡിയോ ഇട്ട് അതൊരു 10 പ്രാവശ്യം 15 പ്രാവശ്യം വീഡിയോ കണ്ടിരിക്കും. അച്ഛനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവരുണ്ടാവും നല്ല സന്തോഷമാണ്. ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ചിരിച്ചിരിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടതുണ്ട് അമ്മയും അച്ഛനെ. അത് ഓരോ കുട്ടി ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ കഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള വീഡിയോ കാണാൻ നിങ്ങളെ സപ്പോർട്ട് വേണം. ഇപ്പോൾ ഡൈമൈലാസ് എന്നൊരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് ഞങ്ങൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സഞ്ജന മേഡാണ്. എനിക്ക് അറിയില്ല ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ഇടാം, എങ്ങനെയാണ് തുടങ്ങാമെന്നും അറിയില്ല. ആദ്യമായിട്ടല്ലേ ഈ ഫീൽഡിൽ. അപ്പം മേഡം അതൊക്കെ തുടങ്ങി തന്ന് ക്ലിനിക്കിൽ വീഡിയോ ഒക്കെ എടുത്തതിൽ മേഡം തന്നെയാണ്. മേഡത്തിൻ്റെ കട്ട സപ്പോർട്ട് എനിക്കുണ്ട്. ക്ലിനിക്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയായാലും സാറായാലും എല്ലാവരും സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ക്ലിനിക്കിൽ നിന്ന് കൂടുതൽ വീഡിയോ എടുക്കുന്നത്. ഞാൻ ക്ലിനിക്കിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ഒക്കെ അവരെ സപ്പോർട്ടുണ്ടാകും. പേഷ്യൻ്റ് കുറവായ സമയത്ത്, അപ്പോയിൻമെൻ്റ് ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഞങ്ങൾ ആ വീഡിയോ എടുക്കാറ്. പിന്നെ എന്നെ സപ്പോർട്ടായി നിങ്ങൾ കൂടെ വരിക. അപ്പം ഞാൻ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ. ടൈം 5:30ആണ്. ഞാൻ വാഷ്റൂം പോട്ടെ. വാഷ്റൂം പോയി ബ്രഷ് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം. അപ്പോൾ എൻ്റെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട്. ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് വന്നു. ഞാൻ അടുക്കളയിൽ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കള. രാവിലെ നല്ല നീറ്റായിട്ട് കിടക്കും. രാത്രി പാത്രമൊക്കെ കഴുകി വെച്ച് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ നല്ലൊരു സമാധാനം അടുക്കള കാണാം. ഇനി ഞാൻ പണി തുടങ്ങിയാൽ വൃത്തിയിടാവും. പാവം വെള്ളക്കുട്ടി എന്നെ നോക്കി കിടക്കണുണ്ടോ? കണ്ടോ? എന്നെ ഇവിടെ കണ്ടിട്ടില്ലേ? നീച്ച് എക്സസൈസൊക്കെ കഴിഞ്ഞ് നീച്ച് വരിക. അവളിവിടെ വാഷിംഗ് മെഷീൻ്റെ അടുത്താണ് കെട്ടിയിടല്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് കൂട് റെഡി ആയിട്ടില്ല. കൂട് കൊണ്ടുവരണം. അത് റെഡിയായി കെട്ടിയിട്ടില്ല. അപ്പോൾ രാത്രി ഓടിക്കളിച്ചതിന് ശേഷം ഇവിടെ കെട്ടിയിടില്ല. മുറ്റൊക്കെ ആകെ ചമ്മലൊക്കെ ആയിട്ട് കിടക്കഞ്ഞ് അടിച്ചു വരണം. പാച്ചു കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കണ്ടു തുടങ്ങിയ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അതിനുള്ളതാണ് ആ സൗണ്ടൊക്കെ. അപ്പോൾ ഞാൻ മുറ്റടിച്ച് ഒരുയിട്ട് വരാം കേട്ടോ. നല്ല മണമുണ്ട്. പാച്ചുങ്ങളെ കണ്ടിട്ടാണ് കരയിലാണ് ഒഴിഞ്ഞെടുക്കാൻ. എൻ്റെ പാച്ചുവിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി പാച്ചുവിന് ഫുഡൊക്കെ കൊടുത്തു. വെള്ളയ്ക്ക് ഞാൻ കുളിച്ച് അടുക്കളയിൽ പോയി പാല് കാച്ചിയിട്ട് വേണം. കുളിപ്പിക്കാനാ വിചാരിച്ചിട്ടുള്ള പ്രശ്നമാണിത്. കുളിക്കില്ല കേട്ടോ, ഇന്ന് കുളിക്കണ്ട കേട്ടോ. മടിച്ചി ശങ്കരൻ പാടത്ത് ഞങ്ങളെ കാത്ത് നിൽക്കണം. ഞാൻ അടുത്തേക്ക് പോകില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ടൂർ പോയതുകൊണ്ട് ജിതേഷേട്ടനാണ് കെട്ടുക.
ജിതേഷേട്ടൻ അമ്പലത്തിൽ പോയി വന്നിട്ട് കിട്ടാന്ന് പറഞ്ഞിങ്ങനെ വിളക്ക് കൊടുക്കാൻ പോവാട്ടോ. ചിദഗ്നികുണ്ഡസംഭൂതാ ദേവകാര്യ സമുദ്ധിതാ ഉദ്യാത്മാനി സഹസ്രാഭാ ചതുർഭാവം സമന്വിതാ രാഗസ്വരൂപപാശാന്യ പ്രദാകാരാം വിശൂഷലാ. അമ്പലത്തിൻ്റെ പുറത്തുള്ള ആള് പ്രദക്ഷിണം വെച്ച് വരണമെന്ന് വണ്ടിമേലാട്ടോ അമ്പലത്തിൽ വന്നത്. ഞാൻ ആലിനെ ഒന്ന് പ്രദക്ഷിണം വെക്കണമെങ്കിൽ അവിടെ ഇറങ്ങിയതാണ്. ഇനി ഞാൻ അമ്പലത്തിൽ പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇന്നലെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകും. അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഞാൻ അടുക്കളയിൽ കയറേണ്ട സമയമായിട്ടോ. അച്ചോട്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, ബാക്കി ചെയ്യണം. അപ്പം നമുക്ക് അടുക്കളയ്ക്ക് പോകാം. നമുക്ക് അടുക്കളയിൽ പോയി വെക്കാം. അച്ചോട്ടി അടുക്കള കയറിയിട്ടുണ്ട്. എന്ത് സംഭവം നോക്കാം. അച്ചോട്ടി എന്തായി പണിയൊക്കെ? ആ ഓ മിടുക്കി. ബെല്ലക്കുട്ടിക്ക് പാല് കാച്ചിയോ? പാല് വെച്ചിട്ടുണ്ടോ? ആ മിടുക്കി മിടുക്കി. എൻ്റെ അച്ചുട്ടി മിടുക്കിയാണേ. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി ഞങ്ങൾ രണ്ടാളും കൂടി. അയ്യോ ബെല്ലക്കുട്ടി പാവം പാല് കിട്ടാത്ത വിഷമത്തിൽ കടക്കലടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആദ്യം പാൽച്ചായ ഉണ്ടാക്കണം. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം മാത്രം വെള്ളക്കുപ്പിൽ രാവിലെ തുറന്നു. ഇപ്പം തന്നെ ഒരു 3-4 ഗ്ലാസ് ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞു. എനിക്കിത് ശീലമായതുകൊണ്ട് രാവിലെ തന്നെ വെള്ളത്തിന് ദാഹിക്കും. വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് കുടിക്കുന്ന വേണ്ട, ദാഹിച്ചിട്ട് കുടിക്കണം. ഞാനൊരു ചായ ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ പണിക്ക് കിടക്കുള്ളൂ. അച്ഛണ്ടല്ലോ അതുപോലെ. സത്യത്തിൽ അച്ഛ പോയാൽ ഞാൻ കുടുങ്ങോട്ടും. ഞാൻ കുറച്ച് നേരത്തെ നീക്കുന്നില്ല. ഈ സമയത്ത് നീച്ച് എൻ്റെ പണി വരുന്നില്ല. വീട്ടിൽ പോകുമ്പോഴേക്ക് അച്ഛണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഈ വൈകി നീക്കുന്നത്. എനിക്ക് ചായയിൽ എപ്പോഴും ഏലക്കായ ഇട്ട ചായയാണ് ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴും ഒരു പാൽച്ചായ രാവിലെ നേരത്തെ കുടിക്കും. അപ്പോൾ അതിൽ ഞാനൊരു ഏലക്കായ ഇത് ഇഷ്ടമാണ്. കൂട്ടുണ്ടാക്കണം.
ചായ റെഡി. ഈ ചായ ഞാൻ കുടിക്കുന്നതിന് മുന്നേ ബെല്ലക്കുട്ടിക്ക് പാൽ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ബെല്ലക്കുട്ടി കച്ചറണ്ട. നമുക്ക് ബെല്ലക്കുട്ടിക്ക് എടുത്ത് പോവാം. പാല് വേണ്ട കുട്ടിക്ക്? വേണ്ടല്ലോ. അയ്യോ കുളിക്കാൻ പഠിച്ചിട്ടില്ല പെണ്ണ്. രാവിലെ കുളിക്കാൻ കൊണ്ടുവന്നപ്പോയി കുടിച്ചിട്ട് അമ്മേ എന്നെ കടിക്കുക കൊലിക്കുക മടിച്ചി. എന്താ കുടി മരുന്ന നോക്കോ പടി എടുത്ത അടി കിട്ടിയപ്പോ അപ്പൊ വിട്ടാ ഞാൻ ചാടിക്കട്ടെ. ഞാൻ ചാടിക്കട്ടെ കേട്ടോ. ഞെക്കെന്താണ്ട് അച്ഛ കുട്ടിക്ക് അപ്പം കൊടുക്ക്. നമുക്കെന്നാ നോക്ക്. അപ്പം എന്താ വരാത്താവേ? പുലർച്ചെ 2 മണിക്ക് എത്തുന്നൊക്കെ എന്നോട് വിളിച്ചപ്പോ പറഞ്ഞു. പിന്നെ കാണുന്നില്ല. അച്ഛനെ ശ്രദ്ധിക്കണൊക്കെ നീ. അച്ഛൻ വന്നോ? ബെല്ല അച്ഛൻ വന്നോ? അച്ഛൻ വന്നോടി. ആ ഞാൻ വണ്ടീന്റെ സൗണ്ടാണ് ശ്രദ്ധിക്കുന്നത്. ആ മുന്നേറൊന്നും ഇല്ലാത്ത പോയി 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 കുട്ടീനെ മൈൻഡ് ചെയ്യാതെ പോലോ പാവേ. ചേട്ടാ വെള്ളക്കുട്ടീനെ ഒന്ന് ഒഴിഞ്ഞ ശങ്കരനെ കിട്ടാൻ പോ. പെണ്ണെത്തുമ്പോ തൊടല്ലേ. നിങ്ങളെ കാണാത്ത വിഷമത്തിലേന്നോളൂ. അപ്പോഴേക്കും നിങ്ങള് ശങ്കരന്റെ അടുത്തേക്ക് പാവേ ബെല്ലേനെ കൊണ്ടുപോയില്ല. പാവം ബെല്ല. അച്ഛൻ പോയോ?
ഇരുപത്തേഴോ മെല്ലെ ചൂടുണ്ട് കേട്ടോ, മെല്ലെ കുട്ടി ചൂടുണ്ട്. അപ്പം നമ്മളെ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഞാൻ ചായ കുടിക്കാൻ ചായയൊക്കെ എടുത്തയച്ചതാണ്, പുട്ടും കടലക്കറി. ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, വെള്ളമാണ്. രാവിലെ ഒരു പാൽ ചായ കുടിക്കൂലേ, അപ്പോൾ പിന്നെ അങ്ങനെ കട്ടൻ ചായ കുടിക്കാറില്ല. പിന്നെ വെള്ളം കൂട്ടിയിട്ട് ചായക്കടി കഴിക്കും. എല്ലാം വൃത്തിയാക്കി, അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിച്ചാൽ ക്ലിനിക്ക് പോകണം. പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി. അച്ഛൻ്റെ യൂണിഫോം ഇസ്തിരി കേട്ടോ, പോവാൻ നേരം വൈകി. എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ചാൽ പറയും, അച്ഛൻ അതൊന്നും എടുക്കോ, അച്ഛൻ അതൊന്നും എടുക്കോ. ഞാൻ അച്ഛൻ പോകുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ 1 മണിക്കൂർ മുന്നേ നേരത്തെ നീക്കണ്ടേ, ഇപ്പം നീക്കുന്നതിനെക്കാട്ടും 1 മണിക്കൂർ മുന്നേ. ഇത് സെറ്റല്ലേ? ഞാൻ ക്ലിനിക്ക് പോകാൻ തുടങ്ങും, മോൻ കഴുകിയിട്ട് വരാം കേട്ടോ. അതൊക്കെ കഴുകി ഇനി മേക്കപ്പ് തുടങ്ങും. മേക്കപ്പിന് ആകെ ഈ ഒരു പൗഡർ ഉണ്ട്, വേറൊരു സംഭവം ഇല്ല. കുറച്ച് പൗഡർ ആയിട്ട് ഇട്ടിട്ട് പോവാം, അതന്നെ. ഞാൻ ആകെ മുഖത്ത് തേച്ചതിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇപ്പോൾ സൺസ്ക്രീൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് പിഴിഞ്ഞ് അതിൻ്റെ പരമാവധി അതിനെ എടുത്തിട്ടുണ്ട്. ഇനി അത് കളഞ്ഞു ഞാൻ ഇല്ല, സൺസ്ക്രീൻ ഇല്ല. ഇപ്പോൾ സൺസ്ക്രീൻ ഇല്ല, ഒരു പൗഡർ ഇട്ടിട്ട് പോവുക. പിന്നെ ഞാനൊരു കണ്ണെഴുതാം. മെല്ലക്കുട്ടി അവിടെ അച്ചോടെ ഭയങ്കര തിരക്കിലാണ്. പിന്നെ കുഞ്ഞി പൊട്ടൻ അപ്പോൾ ഓക്കെ. മേക്കപ്പ് ചെയ്യണവർ പറയുക ആദ്യം ഒരു ക്രീമാക്കി, പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ട്, പിന്നെ വേറെ എന്തൊക്കെ ക്രീം തേച്ച് നോക്കി. ഇത് നമ്മളൊന്നുമില്ല, ഒരു പൗഡർ ഇടുക, ഒരു പുള്ളി പൊട്ടിടുക, സിൽവർ സെറ്റ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ യൂണിഫോം. 2 യൂണിഫോം ഉണ്ട്, ഒന്ന് ഗ്രീനും ഒന്ന് മുന്തിരി കളറും. ഇങ്ങനെ ചെയ്തിട്ട് ക്ലാബ് കൊടുക്കും. നമ്മളെ മേക്കപ്പ് കഴിയും, ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഒരുപാട് മേക്കപ്പിൻ്റെ ആവശ്യം. ചന്ദ്രിയല്ലേ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം കേട്ടോ.
ഗൈസ്, ഞാൻ എൻ്റെ ക്ലിനിക്കിലെത്തി. എൻ്റെ ക്ലിനിക്കിൻ്റെ പേര് ഐഡോക്ക് ഡെൻ്റൽ കെയർ ആണ്, വണ്ടൂരിൽ. ക്ലിനിക്കിൽ സാധാരണ ഞാനൊരു 9:30 9:45 എത്താറുണ്ട്. ഇന്ന് കുറച്ചും കൂടെ വരും. ഓക്കെ, ഞാൻ എൻ്റെ വർക്ക് തുടങ്ങുകയാണ്. ബൈ. പുറത്ത് പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്ഷൻ്റെ പേഷ്യൻ്റാണ്. സാറല്ലേ ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാം. ഇതാണ് നമ്മുടെ പേഷ്യൻ്റ്, ഫസ്റ്റ് പേഷ്യൻ്റാണ്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കേട്ടോ. ഈ കേസ് കഴിഞ്ഞിട്ട് അടുത്ത കേസ് വെയിറ്റിംഗ് ആണ്. ഈ കേസിൻ്റെ ഒരു 9 പല്ലോളം പറിക്കാനുണ്ട്. പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് പൊതുവെ ഞങ്ങൾക്ക് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും കുറച്ച് തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഇന്ന് സാറും കൂടെ ഉണ്ട്, അതുകൊണ്ട് തിരക്ക് കൂടും. രാവിലെ തന്നെ ഈ മഴ മൂടി എന്നിട്ടേ ഒരു സുഖമില്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേസുണ്ട്. പിന്നെ എനിക്ക് രാവിലെ എൻ്റെ തിരക്ക് നിങ്ങളെല്ലാവരും കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലിനിക്കിൽ വരുന്നത്. അതിനുശേഷം ഇവിടുത്തെ പിന്നെ വീഡിയോ എടുക്കാൻ ഇനി ഇതിൽ കൂടുതൽ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ മാഡം ചെറുതായിട്ടൊന്ന് എടുത്ത് വന്നതാണ്. കാരണം തിരക്കാവുകൊണ്ടേ ഡ്യൂട്ടി ടൈം അല്ലേ, ആ ടൈമിന് അധികം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ ഇവരെല്ലാവരെയും സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോ എങ്കിലും എടുക്കുന്നത്. ഡ്യൂട്ടി ചെയ്യുമ്പോൾ എൻ്റെ ഇടയിൽ വീഡിയോ കൊണ്ട് നടക്കണം മോശമല്ലേ. അപ്പം ക്ലിനിക്കത്തെ എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് ദീപക് സാറും കൂടെ ഉള്ള ദിവസമാണ്. ദീപക് സാറിന് കുറേ അപ്പോയിൻമെൻ്റ് ഉണ്ട്. സാറ് എല്ലാ സെക്കൻഡ് സാറ്റർഡേയാണ് ക്ലിനിക്കിൽ വരാറ്. ഇന്നൊരു പുതിയ കേസ് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ഈ മാസത്തിൽ വേറൊരു ദിവസം കൂടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കൂടി ഉണ്ട്. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, മൂടി നിൽക്കുന്നുണ്ട്. ഇതേ മേഡം വാങ്ങി തന്നു കേട്ടോ, ഈ ലസ്സി എന്ന് പറഞ്ഞ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ആദ്യം എനിക്ക് തന്നപ്പോൾ ഞാനിത് കുടിക്കണോ വേണ്ടേ വിചാരിച്ചെങ്കിൽ തന്നു. കാരണം അത് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ കുടിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പെട്ടെന്നൊരു ഫുഡ് കഴിച്ച് തീർത്തില്ല. എൻ്റെ വീഡിയോ എടുക്കാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ചായ കുടിക്കുന്ന സമയം ഉണ്ടെങ്കിൽ എടുക്കാം. ചായ ഉള്ളി ഇവിടെ
നിനക്കൊന്നും ചായ വേണ്ടല്ലോ. നിങ്ങൾ ചായ എടുത്ത് കുടിച്ചോളാം. ഓക്കെ ബൈ. എന്നാ ഓക്കെ. ഇത് നമ്മളെ ക്ലിനിക്കിൻ്റെ താഴത്ത് ദയ മെഡിക്കൽസ് ആണ്. ദയ ലാബുണ്ട്. ദയ മെഡിക്കൽസിൽ എല്ലാവരും എനിക്ക് കട്ട് സപ്പോർട്ടാട്ടോ. അവരെൻ്റെ എല്ലാ വീഡിയോ കാണുകയും ചെയ്യും. അവരെന്തോ പറയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാം. എൻ്റെ വീഡിയോനെ കുറിച്ചല്ലേ? ആ ഒന്ന് പറയ്, നോക്കട്ടെ കേൾക്കുമെന്ന്. തുടങ്ങിയ മുതലുള്ള വീഡിയോകളൊന്നും സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോ അപ്ഡേറ്റ് ആയി ഷെയർ ആക്കേണ്ടി വരികയാണ്. ജേബേസ് ബ്ലോഗിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. 1,00,000 സബ്സ്ക്രൈബറിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ 1,00,000 സബ്സ്ക്രൈബർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയാണ്. വിക്കറ്റ് വേണം ചേച്ചി. തന്നില്ല വിക്കറ്റ്. വിക്കറ്റ് തന്നില്ല ചേച്ചി. എന്താണ് കഴിയാണ്ടൊക്കെ എന്തിനാണ് എന്താണ് വിക്കറ്റ് തന്നില്ലേ? എൻ്റെ എൻ്റെ ഇപ്പോൾ സൗണ്ട് ഇപ്പം തന്നെ കേട്ടോ. അവിടെയൊക്കെ രണ്ട് പോണ വാങ്ങി വാങ്ങി വാങ്ങി. അച്ചുട്ടി ചായ ഉണ്ടടി? എൻ്റെ കുട്ടിയൊക്കെ ഞാൻ കൊടുക്കട്ടല്ലോ. കുളിക്കിനോട് വരുന്നുണ്ടല്ലോ. അപ്പൊ തരാം. ബാജുണ്ട് അമ്മ കൊണ്ടുവരട്ടാ. വണ്ടി പോരാ കേട്ടോ. എന്തേ ചേർക്കണേ. ടേസ്റ്റിന്റെ പാച്ചു. ഓക്കെ ഉണ്ടവക്കറു ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടേ അതിനൊന്നും സമയമല്ല. ഇതാക്കണം. ബെല്ല ലാസ്റ്റ് അവസാനത്തെ വറ്റി പൊറുക്കിക്കൊണ്ടിരിക്കുന്നു. ബെല്ലക്കുട്ടി കഴിഞ്ഞോ? നീ വേണോ? മാമു വേണോ? നീ മാമു വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇല്ല മെല്ലപ്പൊന്നുമില്ലോ. മെടുത്തില്ല. ശങ്കരനിലെ കുമ്പളങ്ങ റെഡിയാക്കി വെച്ചതാണ്. ഹലോ ഗൈസ്, ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ അടുക്കളേൻ്റെ അവസ്ഥ കണ്ടോ? എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കറികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടോ. വെള്ളക്കുട്ടിക്ക് പാച്ചുവിനും കൊടുത്തപ്പോഴേക്ക് ചോറ് വൈകുന്നേരത്തിന് ഇല്ല, കഴിഞ്ഞു. കറികളൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. ഇനി നമുക്ക് രാത്രിക്ക് ചോറൊക്കെ വെക്കണം. അതിന് ആദ്യം പാത്രം കഴുകണം. എന്നിട്ട് കുളിച്ച് വന്നിട്ട് വേണം ചോറൊക്കെ വയ്ക്കാൻ. ഓക്കെ ബൈ. പാവം വെച്ചോട്ടെ, വൈകുന്നേരത്തെ പണിക്ക് എന്നെ സഹായിക്കുന്നു. ചോറ് വയ്ക്കാനുള്ള പാത്രത്തിൽ കഴുകി റെഡിയാക്കി കൊണ്ടുവരിക. ഞാൻ ചോറ് വെച്ചോട്ടാ ചുട്ടി. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.